നമസ്കാരം, എവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 10 തിങ്കളാഴ്ചയാണ്. ആദ്യം നമുക്ക് നിഫ്റ്റിയിലേക്ക് വരാം. ഒരു 40 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനിൽ നിന്ന് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിച്ചു. ഏതായാലും കഴിഞ്ഞ ആഴ്ചത്തെ നേട്ടം ഈ ആഴ്ചയും നിഫ്റ്റിയിൽ നിലനിർത്താൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്കാണ്. വാൾസ്ട്രീറ്റ് വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. സമ്പത്ത് വ്യവസ്ഥ മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നുണ്ടെന്ന് ഫെഡറൽ ചെയർ ജെറോം പവൽ പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നത് പലിശ നിരക്ക് കുറയ്ക്കൽ സെൻട്രൽ ബാങ്ക് വേഗത്തിലാക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇനി US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തതെങ്കിലും കഴിഞ്ഞ ആഴ്ച നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. ട്രേഡ് പോളിസികളുടെ ടെൻഷൻ തന്നെയാണ് ഈ ഇടിവിന് കാരണം. വെള്ളിയാഴ്ച US നിന്നും പേറോൾ ഡാറ്റ പുറത്തു വന്നിരുന്നു. ഫെബ്രുവരിയിൽ US തൊഴിൽ വളർച്ച മെച്ചപ്പെട്ടു. അൺഎംപ്ലോയ്മെന്റ് കഴിഞ്ഞ മാസം 4.1% വർദ്ധിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം കൂടി US എക്കോണമിയെ സംബന്ധിച്ച് പുറത്തു വന്നത് ഗോൾഡ്മാൻ സാച്ചസും മോർഗൻ സ്റ്റാൻലിയും US എക്കോണമിയുടെ വളർച്ചാ പ്രവചനം കുറച്ചിരിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.56% നേട്ടത്തിലും വിപ്രോ 0.61% ഇടിവിലും ICICI ബാങ്ക് 0.25% ഇടിവിലും HDFC ബാങ്ക് 0.05% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി 0.62% ഇടിയുകയുണ്ടായി. യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ക്രിപ്റ്റോ സെഗ്മെന്റിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 5% മുകളിലുള്ള ഒരു ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. $81,000 ട്രേഡ് ചെയ്യുന്നു. ഗോൾഡ് പ്രൈസിൽ പ്രത്യേകിച്ച് മാറ്റമില്ല. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 64,320 രൂപയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെയും നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്ത്യൻ ഓട്ടോ പാർട്സ് മാനുഫാക്ചേഴ്സ് താരിഫുകൾ മറികടക്കാൻ US വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിടുന്നു. ഇന്ത്യൻ വാഹന ഘടക നിർമ്മാതാക്കളുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് US. മൊത്തം കയറ്റുമതിയുടെ 28% US ഇനി റെസിപ്രോക്കൽ താരിഫ് അഥവാ പരസ്പര താരിഫുകൾ വരുന്നതോടെ ഏപ്രിൽ 2 മുതൽ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നതും ഈ ബിസിനസ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഏപ്രിൽ 2 മുതൽ US ചുമത്തുന്ന പരസ്പര താരിഫുകൾ മറികടക്കാൻ കമ്പനികളിൽ US തന്നെ ഒരു വിപുലീകരണ പ്രവർത്തനത്തിന് പദ്ധതിയിടുന്നുണ്ട്. ഏതായാലും ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് സംവ്രത മദർസൺ ഇന്റർനാഷണൽ, ബോഷ്, യൂനോ മിൻഡ, സോന BLW പ്രിസഷൻ, എൻഡ്യൂറൻസ് ടെക്നോളജീസ്, മദർസൺ വയറിംഗ്, സുന്ദരം ഫാസ്റ്റ്നേഴ്സ്, JBM ഓട്ടോ തുടങ്ങിയ കമ്പനികൾക്കാവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഇന്ത്യ പെസ്റ്റിസൈഡ്സ് എന്ന കമ്പനി ഫോർത്ത് പാർട്ട്ണർ സോളാർ പവറിൽ നിന്ന് 25 വർഷത്തേക്ക് സോളാർ വൈദ്യുതി വാങ്ങാൻ കമ്പനി ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്ത് നാരായണ ഹൃദയാലയ എന്ന കമ്പനിയാണ്. കമ്പനിയുടെ വിദേശ ഉപസ്ഥാപനമായ ഹെൽത്ത് സിറ്റി കാമൻ ഐലൻഡ്സ്, W ഹെൽത്ത് വെഞ്ചേഴ്സ് GP LLC, എവർഹോപ്പ് ഓൺകോളജി എന്നിവയുമായി ഒരു സംയുക്ത സംരംഭ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അടുത്ത് HFCL എന്ന കമ്പനിയാണ്. കമ്പനിയുടെ സബ്സിഡറിയായ HTLന് 44.36 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്ത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. കമ്പനിക്കും 28.29 കോടി രൂപയുടെ ഓർഡർ നോർത്തേൺ റെയിൽവേയിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. അടുത്ത് JSW സ്റ്റീലാണ്. 2025 ഫെബ്രുവരിയിൽ കമ്പനി 24.07 ലക്ഷം ടൺ ക്രൂഡ് സ്റ്റീൽ ഉൽപ്പാദിപ്പിച്ചു. 2024 ഫെബ്രുവരിയിലെ 21.50 ലക്ഷം ടണ്ണിൽ നിന്ന് 12% വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. അടുത്ത് ശില്പ മെഡിക്കെയർ എന്ന കമ്പനിയാണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ശില്പ ഫാർമ ലൈഫ് സയൻസിന്റെ യൂണിറ്റ് 1 മാർച്ച് 3 മുതൽ 7 തീയതികളിൽ US FDA പരിശോധന നടത്തി. പരിശോധനയ്ക്ക് ശേഷം നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഫോം 483-ൽ കമ്പനിക്ക് ഒരു നിരീക്ഷണം ലഭിച്ചു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നെഗറ്റീവായിട്ടാണ് ആ സ്റ്റോക്കിൽ ഇമ്പാക്ട് ചെയ്യാറുള്ളത്. ഈ വാർത്ത നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു സ്റ്റോക്ക് ന്യൂസിലേക്ക്. അതിനു മുന്നേയായി നമ്മുടെ ഗ്രൂപ്പിന്റെ കാര്യത്തിലേക്ക് വന്നാൽ രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുമുണ്ട്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. ടാറ്റ പവർ എന്ന കമ്പനിയാണ്.
സൗരോർജ്ജം, കാറ്റ്, ഹൈബ്രിഡ് സൊല്യൂഷനുകൾ എന്നിവയുൾപ്പെടെ 7000 മെഗാവാട്ട് വരെയുള്ള പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ വികസിപ്പിക്കുന്നതിന് ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ആന്ധ്രാപ്രദേശ് സർക്കാരുമായി കരാറിലേർപ്പെട്ടു. ഈ പദ്ധതികൾക്കായുള്ള മൊത്തം നിക്ഷേപം 49,000 കോടി രൂപയാണ്. അടുത്തത് GMR എയർപോർട്ട്സ് എന്ന കമ്പനിയാണ്. ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ 10% അധിക സ്റ്റേക്ക് കമ്പനി അക്വയർ ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ് എന്നിവയാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIs കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അവരുടെ സെല്ലിംഗ് വലിയ രീതിയിൽ തന്നെ കുറച്ചിരിക്കുന്നു. അത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണ്. വെള്ളിയാഴ്ച FIs സെല്ല് ചെയ്ത് 2035 കോടി രൂപയ്ക്കാണ്. DIs ആണെങ്കിൽ ബൈ ചെയ്ത് 2320 കോടി രൂപയ്ക്കുമാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. താരിഫുമായി ബന്ധപ്പെട്ട ഭയം കാരണം US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഇടിഞ്ഞതാണ് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആവാൻ കാരണമായിട്ടുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.16% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.33% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 0.48% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.41% നേട്ടത്തിലുമാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 22,606 എന്ന നിലയിലാണ്. 22 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസിലേക്ക് വെള്ളിയാഴ്ച എണ്ണ വില ഉയർന്നെങ്കിലും ഉക്രൈനുമായുള്ള വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ ഉയരുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $70.05 പെർ ബാരൽ എന്ന നിലയിൽ 0.45% ഇടിവിൽ, WTI ഉള്ളത് $66.71 പെർ ബാരൽ എന്ന നിലയിൽ 0.51% ഇടിവിൽ. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് 22,552-ൽ 8 പോയിന്റ്സ് മാത്രം ഉയർന്നാണ്. അപ്സൈഡിൽ ഇനി പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 22,688 ആണ്. 20-day EMA ഉള്ളത് ആ ഒരു ലെവലിലാണ്. ഇനി നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഫെബ്രുവരി 28 ബിയറിഷ് ഗ്യാപ്പ് ഏരിയ വ്യാഴാഴ്ച ഫിൽ ചെയ്തിരുന്നു. ഇതിന് മുകളിലായിട്ടാണ് നിഫ്റ്റി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. അതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇപ്പോഴത്തെ മറ്റ് പോസിറ്റിവിറ്റികൾ നോക്കുകയാണെങ്കിൽ 5-day EMA ഉള്ള 22,434 10-day EMA ഉള്ള 22,489 മുകളിലായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇനി ഡെയിലി വോളിയം നോക്കുകയാണെങ്കിൽ ആവറേജ് ബുള്ളിഷ് വോളിയത്തേക്കാൾ ഉയർന്ന ഒരു ബുള്ളിഷ് വോളിയം തന്നെയാണ് ഡെയിലി ചാർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ക്യാൻഡിൽ പരിശോധിച്ചാൽ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇതും ഒരു ബുള്ളിഷ് സൈൻ തന്നെയാണ്. 22,875 മുതൽ 23,050 വരെയുള്ള ആ ഒരു ലെവലാണ് അപ്സൈഡിൽ നമ്മളൊരു റെസിസ്റ്റൻസ് ഏരിയ ആയി ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ നമ്മൾ 20-day EMA പറഞ്ഞിരുന്നു, അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡൗൺ സൈഡിൽ 5-day EMAയ്ക്കും 10-day EMAയ്ക്കും പുറമെ 22,250 മുതൽ 22,300 വരെയുള്ള ലെവലും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും മുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,800, അതിനുശേഷം 23,100 സ്ട്രൈക്ക്, അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 21,500, അതിനുശേഷം 22,300 സ്ട്രൈക്ക്, അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,800, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും മുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 22,550 സ്ട്രൈക്കിൽ 143% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 88% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,500 സ്ട്രൈക്കിൽ 27% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ, കോൾ സൈഡിൽ 11% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. 22,600 സ്ട്രൈക്കിൽ 168% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 91% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സിന് കുറച്ചുകൂടി ഒരു ശക്തിയുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നിഫ്റ്റി ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ആ സ്ട്രെങ്ത് കാണാനില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നെഗറ്റീവിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 130 പോയിന്റ്സ് ഇടിഞ്ഞിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കണ്ട ഒരു ക്യാൻഡിൽ കൂടിയായിരുന്നു.
ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 10 ഡേ EMA ഉള്ള 48,600 മുകളിലായി ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ മാത്രമേ ഒരു സ്ട്രെങ്ത് ബാങ്ക് നിഫ്റ്റിക്ക് വന്നു ചേർന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്. അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 49,000 സ്ട്രൈക്കിനുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000, അതിനുശേഷം 46,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.47-ൽ 1.86% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, NBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.